ഹലോ ഗായ്സ് ഇപ്പി വീഡിയോ കാണട്ടെ. ഹലോ ഗായ്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ മോളാണ്, ബേബിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹലോ ഗായ്സ്, വീഡിയോ എല്ലാവരും കാണണേ എന്നാണ് പറഞ്ഞത്. സംസാരമൊന്നും ക്ലിയർ ആവാനായിട്ടില്ല, അപ്പോൾ അവളുടെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സിസ്റ്റർ മകന് ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവൻ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, അപ്പോൾ ആരോടും പറയണ്ട, നമുക്കൊന്ന് സർപ്രൈസ് ആക്കാം, ആരോടും പറയാതെ തന്നെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് പ്ലാൻ ചെയ്തു. ആരോടും പറയാതെ തന്നെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് സർപ്രൈസായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 4:30ക്കാണ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തിയിട്ടില്ല, എയർപോർട്ടിൻ്റെ അവിടെ ഏകദേശം എത്താറായി. അപ്പോൾ അവിടെ വഴിയിലൊരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. ആ കടയിൽ കയറി ഒരു ഹോർലിക്സൊക്കെ കുടിച്ചു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം 6:30ക്കാണ് അവന് വരുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പിന്നെ സ്നാക്സ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല. പുലർച്ചെ ആയതുകൊണ്ട് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഹോർലിക്സ് വാങ്ങിക്കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്ക് കയറി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ട് വരുന്നത്, എയർപോർട്ടിൽ വരുന്നത് ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ അങ്ങ് മറ്റുള്ള വണ്ടികൾ പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലം നോക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ശരിക്കും ഇവിടെ അല്ല പാർക്ക് ചെയ്യേണ്ടത്, കുറച്ച് മുകളിലായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവനക്ക് ഇറങ്ങി ഉടനെ തന്നെ വണ്ടിയെടുത്ത് ഞങ്ങൾക്ക് പോരാൻ പറ്റും. അപ്പം ഞാൻ അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തു, തിരിച്ച് മുകളിൽ തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ആകുമ്പം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടിയിൽ കയറാൻ പറ്റും. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ, പുലർച്ചെ സമയം ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ചൂട് സമയമാണ്. അപ്പോൾ നമുക്ക് ഈ പുലർച്ചെ സമയത്തൊക്കെയാണ് ഒരിത്തിരിയെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ തണുപ്പുണ്ടാവുക. അങ്ങനെ കുറച്ച് സമയം, ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങൾ വെളിയിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ നിൽക്കണ്ടേ. മോള് ഉറങ്ങിയിട്ടുമില്ല, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങിയതുകൊണ്ട് ഉറക്കം പോയിട്ടുണ്ട്. പിന്നെ തലേന്ന് രാത്രി ആയിരുന്നു ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുള്ളത്. എന്നിട്ടാണ് പുലർച്ചയ്ക്ക് ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തലേന്നത്തെ ഉറക്കവും അതും അവിടെ പെൻഡിങ്ങിലുണ്ട്. അങ്ങനെ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നടന്നു. അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്തൊരു ദുബായ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവൻ വന്നിട്ടുള്ളതല്ല, വേറെ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്ലൈറ്റ് ഒരു 1 hour ഡിലേ ആണ്. കോൾ ചെയ്ത സമയത്താണ് പറഞ്ഞത്. കുറേ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും കാണാതെ ആയപ്പോഴത്തേക്ക് മോള് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പം വിളിച്ചപ്പോഴത്തേക്ക് 7:30 ഒക്കെ ആവും എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസമോൾ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ട്രോളിയൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി അവൾക്ക്. അങ്ങനെ കുറേ സമയം ഞങ്ങളുടെ കൂടെ അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് മതിയായി, ശരിക്കും മടുത്തു. അപ്പോൾ ആൾക്ക് അവിടെ നിന്ന് പോവണം. പിന്നെ അവിടെ നിൽക്കാൻ നമ്മളെ സമ്മതിക്കുന്നേ ഇല്ല. അവിടെ ഭയങ്കര നോട്ടിയായി കുറച്ച് സമയം. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവളെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തു. ഒരു 1 hour ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നു. ഒരു ഖത്തർ ഫ്ലൈറ്റ് ആയിരുന്നു വന്നിട്ടുള്ളത്. അതിന് ശേഷമാണ് നെക്സ്റ്റ് ദുബായിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ ഓരോ ആൾക്കാരും വരാൻ തുടങ്ങി. ഞങ്ങളും അതേപോലെ കുറേ സമയം കാത്തു നിന്നു. അങ്ങനെ അതാ നമ്മുടെ ആൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പിയായി. ഇനി വേഗം വീട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്.
അപ്പോൾ അവന് ആകെ 10 ദിവസത്തെ ലീവേ ഉള്ളൂ, വെറും 10 ദിവസത്തേക്കാണ് വരുന്നത്. അപ്പോൾ 10 ദിവസമോ അല്ലെങ്കിൽ 9 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ആ ഒരു വരവ് നമുക്ക് സർപ്രൈസായിട്ട് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നു. അവിടെ വന്നതിന് ശേഷം ഹൈസമോളായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഹൈസമോൾക്കൊരു 8 മാസമൊക്കെ ആയപ്പോഴാണ് അവന് ദുബായിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവൾ കുറച്ച് വലിയ കുട്ടിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് കാണുമ്പം ഒരു മനസ്സിലാവാത്ത രീതിയായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം എയർപോർട്ടിലേക്ക് വരുമ്പം ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്. അപ്പോൾ തിരിച്ചു പോകുമ്പം അവൻ ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമായി, ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റി. അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടൽ നോക്കി. പക്ഷെ നേരത്തെ തന്നെ ആയതുകൊണ്ട്, പുലർച്ചെ സമയമായതുകൊണ്ട് ഒരുവിധം ഹോട്ടലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹൈസമോൾ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അവൾക്ക്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ, ഏർലി മോർണിംഗ് അല്ല, കുറച്ച് സമയം ആയിട്ടുണ്ട്, ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊന്നും എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പവും പിന്നെ നല്ല പൊറോട്ടയും കിട്ടിയിട്ടുണ്ട്. ഈ 2 ഐറ്റംസാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കഴിച്ചു. അവർ ഉമ്മയും റജീഫും കൂടെ ചായ പറഞ്ഞു. പിന്നെ ഐസമോൾക്ക് പാല് വാങ്ങിച്ചു. ഞങ്ങൾ ബോട്ടിൽ വെള്ളം കുടിച്ചു. ഞങ്ങൾ ചായ കുടിക്കാറില്ല. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടുണ്ട്. പക്ഷെ മറ്റേത് രാവിലെ തന്നെ ചെറിയൊരു വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല നമുക്ക് മെയിനായിട്ടുള്ളത് ഉറക്കമാണ്. അപ്പോൾ ഉറക്കം ഇല്ലാത്തതിൻ്റെ ഒരു നല്ല പ്രയാസമുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഒരു സർപ്രൈസൊക്കെ കഴിഞ്ഞിട്ട് വേണം നന്നായിട്ടൊന്ന് ഉറങ്ങാൻ. അങ്ങനെ ഹൈസമോൾക്ക് ഉറക്കമില്ല. അവളിങ്ങനെ ഒരു സർപ്രൈസായിട്ടുള്ള യാത്രയിലാണ്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഉടനെ തന്നെ കാറ് കുറച്ച് ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെയുള്ള കാര്യമൊന്നും താത്താക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സർപ്രൈസ് ആക്കിയിട്ട് വരികയാണെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് താത്ത ഭയങ്കരമായിട്ട് ഷോക്കായി. എന്നോട് പറഞ്ഞു കൈയും കാലൊക്കെ വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഭയങ്കര ടെൻഷനും സന്തോഷവും ഒക്കെ കൂടെ പറയാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു താത്താക്ക്. ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. പിന്നെ അതിന് മുൻപുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഓൾറെഡി നല്ല ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറേ എക്സ്പ്രഷനൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറിയതിന് ശേഷം പിന്നെ അതിന് കൂടുതൽ സാധനമൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഹൈസമോൾക്കാണ് കൂടുതലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആൾ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ബോധം കെട്ട ഒരവസ്ഥയിലാണ്. ജസ്റ്റ് ബോധം കെട്ട പോലെ ആക്ട് ചെയ്തു. കാരണം ഇത്രയധികം ടോയ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കാണുന്നത്. അപ്പോൾ ഒരു ഷോക്കായി. അങ്ങനെ ഭയങ്കര സന്തോഷമായി. കുറേ പാവക്കുട്ടി ടോയ്സ്, ചോക്ലേറ്റ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഏത് വാങ്ങണോ വാങ്ങണ്ടേ അങ്ങനെയുള്ള മൊത്തം കൺഫ്യൂഷനായി. അങ്ങനെ നല്ല സുന്ദരിക്കുട്ടിയായിട്ടുള്ള പാവക്കുട്ടിയാണ്. നല്ല അടിപൊളി സെലക്ഷനായിരുന്നു. ഇപ്പം ഞാനൊക്കെ വാങ്ങുകയാണെങ്കിൽ ഈ സെയിം പാവക്കുട്ടികളും ഈ സെയിം ക്ലോത്തും ഒക്കെ ആയിട്ടുള്ളതേ ഞാൻ വാങ്ങുള്ളൂ. ഏകദേശം അതേപോലെ തന്നെയാണ് അവന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ വന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ.
അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ ഹൈസമോൾക്ക് പിന്നെ അതുവരെ ഉറക്കം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ഉറങ്ങണമെന്നുള്ള ചിന്തയൊന്നുമില്ല. ടോയ്സ് എങ്ങനെയെങ്കിലും ഈ ടോയ്സൊക്കെ പൊട്ടിച്ചിട്ട് വെളിയിലിടണം, അതൊക്കെ കളിക്കണം, പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ചോക്ലേറ്റൊക്കെ കഴിക്കണം. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് അവൾക്കുള്ളത് പ്ലേറ്റിലൊക്കെ ഇട്ട് വെച്ച് കാണിച്ചു കൊടുത്തു, അവൾക്ക് കഴിക്കാനുള്ള വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറേ ചോക്ലേറ്റൊക്കെ കഴിച്ചു വയറ് നിറച്ചു. അപ്പോൾ കൂടുതൽ കഴിക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് കൊടുത്തു, ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ആൾ ഹാപ്പിയായി. ഇനിയൊന്ന് എല്ലാവർക്കും ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, അതിന് ശേഷം ഉറങ്ങണം. ഇതാണ് നെക്സ്റ്റ് പ്ലാൻ ഉള്ളത്. പക്ഷേ മോള് എത്ര നോക്കിയിട്ടും ഉറങ്ങുന്നില്ല. ഈ ചോക്ലേറ്റും കയ്യിൽ പിടിച്ചിട്ട് വീണ്ടും വീണ്ടും ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ നിർബന്ധിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു, ലൈറ്റായിട്ടുള്ള സ്നാക്കൊക്കെ കൊടുത്തു, പാലൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ ആൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവിടെ പാട്ട് വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി. അതിന് പുറത്തൊന്നും കൂടുതൽ പോവാത്ത ആളല്ല. അപ്പോൾ അങ്ങനെ പുറത്ത് വന്ന സമയത്ത് താത്തയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി. നല്ല അടിപൊളി ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. താത്തയുടെ ഒരു ഷോളാണിത്. അത് സാരിയാക്കി ഉടുത്തിട്ട് അങ്ങനെ പെർഫോം ചെയ്യുകയാണ്, ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ഇങ്ങനെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ലോ ആവും, പിന്നെ വീണ്ടും അങ്ങനെ അങ്ങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. ഉറക്കം അതേപോലെ പെൻഡിങ്ങിൽ തന്നെ കിടക്കുവാണ്. ഫ്രഷ് ആയതിന് ശേഷം താത്ത നല്ല അടിപൊളിയായിട്ട് ഒരു ഊണ് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല നമുക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി, മന്തി ഇതൊന്നും വേണ്ട, കാരണം ചൂട് സമയമായതുകൊണ്ട് നമുക്കിതൊന്നും കഴിച്ചാൽ ഇറങ്ങില്ല. അപ്പം നല്ല ചോറും കറിയും ഒക്കെയാണ് വേണ്ടത്. അപ്പം അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. താത്ത അതാ അടിപൊളി ഫുഡാണ് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ചോറ്, കൂന്തൽ ഫ്രൈ, പപ്പടം, സാമ്പാർ, പിന്നെ വെജിറ്റബിൾ പരിപ്പും വെജിറ്റബിളും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വെജിറ്റബിൾ കറി, പിന്നെ തൈരും മത്തനും കൂടെ ഉള്ളൊരു കറി, പിന്നെ അയില തേങ്ങ അരച്ച കറി, പിന്നെ ഒരു തോരനുണ്ട്, പിന്നെ ഒരു കടലയും പച്ചക്കായും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റംസ്. നമ്മൾ ഇതുണ്ടാക്കില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നു. ഈ സദ്യക്ക് നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, മുരിങ്ങക്ക ഇതൊക്കെ ഇട്ടിട്ടുള്ള ഏകദേശം അതേ മോഡലാണ്. അതും വളരെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസ് ഏകദേശം 4 തരം കറിയും 2 തരം ഉപ്പേരി ഇതൊക്കെയുണ്ട്. മൊത്തത്തിലൊരു 8 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായി, കാരണം ചൂട് സമയത്ത് ഇത്രയും നല്ല കറികളും കൂട്ടിയിട്ട് ഊണ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു സദ്യ കഴിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. നല്ല ഹാപ്പിയായി. ഞാൻ ഫുള്ളും നന്നായിട്ട് ഫുഡ് കഴിച്ചു, വയറ് നിറയെ ഫുഡ് കഴിച്ചു. ഈ ചൂട് സമയത്ത് അങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിക്കാത്തതാണ്. പക്ഷേ ഇത്രയും നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ എങ്ങനെ കഴിക്കാതിരിക്കുക. അങ്ങനെ വയറ് നിറയെ മീൻ കറി, വെജിറ്റബിൾ കറി, സാമ്പാർ ഒക്കെ കൂട്ടിയിട്ട് വയറ് നിറയെ കഴിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുവരെ ആഹാരം കഴിക്കാത്ത രീതിയിലാണല്ലോ സംസാരിക്കുന്നതെന്ന്. പക്ഷെ ഇത്രയും അധികം കറികൾ ഞങ്ങളെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. ഒരു മീൻ കറി, ഒരു വെജിറ്റബിൾ കറി, ഒരു തോരൻ, ഒരു ഫിഷ് ഫ്രൈ, ഇത്രയും മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഇതാണ് നെക്സ്റ്റ് പ്ലാൻ. പക്ഷേ മോർണിംഗിലും ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, നെക്സ്റ്റ് പ്ലാൻ ഉറക്കമാണെന്ന്. പക്ഷേ ആ ഉറക്കമൊന്നും നടന്നില്ല. പിന്നെ ഐസാൻ്റെ കളിയും ഡാൻസും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു. ബാക്കിയുള്ള ഓരോ ആൾക്കാരും ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വേഗം, എനിക്ക് വിശന്നത് കൊണ്ടും പിന്നെ ഇത്രയും ഐറ്റംസ് കറികളൊക്കെ ഇങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചത് കണ്ടപ്പോഴത്തേക്ക് കൊതിയായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഹൈസമോൾ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഹൈസമോൾ ഉറക്കണം, അതിന് ശേഷം ഒന്ന് ഉറങ്ങണം.
ഉറങ്ങി എണീറ്റാലേ ഒരു ഫ്രഷ്നെസ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന വിശേഷം ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഉറക്കവും കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പരിപാടി നോക്കണം. അപ്പോൾ ഹൈസമോള് എത്ര നോക്കിയിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൾ റെഡി ആവുന്നില്ല, ഉറങ്ങാൻ വരുന്നില്ല. അവൾ വീണ്ടും അടുത്ത ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറക്കം ആൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഉറക്കം അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ ഉറക്കം നടന്നില്ല, ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം വൈകിട്ട് ഞങ്ങൾ കോഴിക്കോട് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐസ് കിട്ടുന്നൊരു ഷോപ്പുണ്ട്. പല പല ഫ്ലേവറിലുള്ള ഐസാണ് ഇവിടെ കിട്ടുക. ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കോഴിക്കോട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്മറീസിൽ വന്നിട്ട് ഐസ് കഴിക്കുക. നമ്മളിവിടെ കയറിയിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-7 ഫ്ലേവറെങ്കിലും ഒരാൾ കഴിച്ചിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഒരു ഐസിനാകെ 18 രൂപയുള്ളൂ. അപ്പം നമ്മൾ ഒരാൾ തന്നെ 6-7 ഫ്ലേവറൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അത് കഴിച്ചു. അതിന് ശേഷം രാത്രിയായി ബീച്ചിൽ വന്നു. ചൂട് കാരണം ഒരുപാട് ആൾക്കാർ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നല്ല തണുത്ത കാറ്റ് കൊണ്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരുപാട് സമയം ഇരിക്കാൻ പറ്റും. കുറേ ആൾക്കാർ ഞങ്ങൾ വന്ന സമയത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട് ഇവിടെ. അധികം ആൾക്കാരും എനിക്ക് തോന്നുന്നു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രിത്തെ ഫുഡും കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് ചൂട് കാരണം. അപ്പം അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല തണുത്ത കാറ്റൊക്കെ. അപ്പോൾ കുറേ സമയം ബീച്ചിൽ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഫലൂദ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, സംഗീത് എന്ന പേര്. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. അതും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫലൂദ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞു ഇവിടെ ഒരു ഫേമസ് മന്തി കിട്ടുന്നൊരു ഷോപ്പുണ്ട്, സൂഫി മന്തി. അതും കോഴിക്കോട് തന്നെയാണ്. അപ്പം ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് സൂഫി മന്തിയിൽ വന്നപ്പോഴത്തേക്ക് അവർ ക്ലോസ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ ഷോപ്പൊക്കെ അന്വേഷിച്ചു. ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഷോപ്പിൽ കയറിയിട്ട് മന്തി ഓർഡർ കൊടുത്തു. അപ്പോഴത്തേക്കും രാത്രി 12 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മന്തി കഴിക്കാൻ തുടങ്ങി. ഓൾറെഡി ഐസും ഫലൂദയൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളായിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മന്തി എല്ലാവരും വളരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങളതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രാത്രി 2 മണിയായി. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 3 മണിയൊക്കെ ആവും. 3 മണിയല്ല, 3 മണിൻ്റെ ഉള്ളിൽ 2:45 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും എന്ന് വിചാരിക്കാം. അങ്ങനെ ഞങ്ങളങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും ടയേർഡായിട്ടുണ്ട്. 2 ദിവസത്തെ ഉറക്കം ഞങ്ങൾക്ക് തന്നെ പെൻഡിങ്ങിലുണ്ട്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റു. വീണ്ടും താത്തയുടെ അടിപൊളി ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അരിപ്പത്തിരിയാണ്. അരിപ്പത്തിരി എന്ന് പറഞ്ഞാൽ റൗണ്ടിൽ ചെറിയ വട്ടത്തിൽ കുറച്ച് കട്ടി ഉണ്ടാവും, തടി ഉണ്ടാവും, എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റാണ് ബ്രേക്ക്ഫാസ്റ്റിൽ അരിപ്പത്തിരി. അരിപ്പത്തിരിക്ക് നമ്മൾ മെയിനായിട്ട് ഉള്ളത് ചിക്കൻ കറി ആണ് കൂടുതലും ആൾക്കാർ കഴിക്കുക. ബീഫ് കറി ഉണ്ടാക്കുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ചിക്കൻ കറിയും പത്തിരിയാണ് ഇഷ്ടം. പിന്നെ പൂരിയുണ്ട്, വെള്ളപ്പമുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയി പോയിട്ടുണ്ട്, നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിക്കണം. കാരണം രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങി എഴുന്നേറ്റ് നമ്മുടെ വയറ്റിലൊന്നുമില്ല. അപ്പം മോർണിംഗിൽ എഴുന്നേറ്റ് ഉടനെ തന്നെ കാലി വയറ്റിൽ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അല്ല ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ.
അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ബീച്ചിൽ, കാപ്പാട് ബീച്ചിൽ, മുൻപ് കോഴിക്കോട് ബീച്ചിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ പോയി. കാപ്പാട് ബീച്ച് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, നല്ലൊരു അന്തരീക്ഷമാണ്. ബീച്ചാണെന്ന് നമുക്ക് തോന്നില്ല, കാരണം ഒരുപാട് മരങ്ങൾ, പിന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ഇരിക്കാനുള്ള പ്ലേസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബീച്ചിൽ പോയിട്ടുള്ളൊരു ഫീലല്ല. ബീച്ചിലെന്ന് പറയുമ്പം ചില ബീച്ചിൽ പാർക്ക് ഉണ്ട്, പക്ഷേ ഇതേപോലെ ഒരു കംപ്ലീറ്റ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കാപ്പാട് ബീച്ച് നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് കാപ്പാട് ബീച്ച്. അപ്പം കോഴിക്കോടുള്ള ആൾക്കാരൊക്കെ കാപ്പാട് ബീച്ച് കണ്ടിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും കാപ്പാട് ബീച്ച് കണ്ടിട്ടില്ലെങ്കിൽ കോഴിക്കോട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മിസ്സാവരുത്. നല്ലൊരു അടിപൊളി അന്തരീക്ഷമാണ്. എല്ലാവരും വന്നിട്ട് ബീച്ചിലൊന്ന് കുറച്ച് സമയം എൻജോയ് ചെയ്തിട്ട് പോവാം. അങ്ങനെ അവിടെ ഹൈസമോള് ഊഞ്ഞാല കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് കയറണമെന്ന് പറഞ്ഞു. കുറേ സമയം ഊഞ്ഞാല ആടി. കുട്ടികൾക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്തൊക്കെ ബീച്ചിൽ പോകുന്ന സമയത്ത് ഉച്ച സമയത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാപ്പാട് ബീച്ചിലാണെങ്കിൽ ഫുള്ള് മരങ്ങളും പാർക്കും ഒക്കെ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല തണലാണുള്ളത്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാപ്പാട് ബീച്ചിൽ വരാം. കോഴിക്കോട് ബീച്ചിൽ നിന്നല്ല, ഏത് ബീച്ചിലാണെങ്കിലും നമുക്ക് ഉച്ച സമയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. കാറ്റുണ്ടെങ്കിലും നല്ല ചൂടുണ്ടാവും. പക്ഷേ കാപ്പാട് ബീച്ചിൽ നമ്മൾ ഏത് ടൈമിൽ വന്നാലും, ഉച്ചയ്ക്ക് വന്നാലും രാവിലെ വന്നാലും ഒക്കെ ഇതേപോലെ നല്ലൊരു ക്ലൈമറ്റായിരിക്കും. ഫുള്ള് തണലുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷവും ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഐസ്ക്രീമിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്, സ്നാക്സ് ഐസ്ക്രീം ഒക്കെ ഉള്ള ഷോപ്പുണ്ട്. അവിടുന്ന് കുട്ടികളൊക്കെ കോൺ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഇതാ നമുക്ക് വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള കുറേ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതി വരും. അപ്പോൾ ആ രീതിയിലുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ബാവാക്കാൻ്റെ ഒരു കട ഉണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഫേമസ് ആണ്. സംഭവം ചെറിയൊരു കടയാണ്, ഒരു തട്ടുകട പോലെയുള്ളൊരു കുഞ്ഞു കടയാണ്. പക്ഷേ അവിടെ എപ്പോഴും വൈകുന്നേര സമയത്തും ഉച്ച സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. അവിടെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരുപാട് സ്നാക്സ് ഉണ്ട്. പിന്നെ അവിടെ നിന്നും ഉണ്ടാക്കും. പിന്നെ നല്ല ചൂട് ചായ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുട്ടികൾക്കൊക്കെ പാല് ഓർഡർ കൊടുത്തു. പിന്നെ സ്നാക്സ് ഐറ്റംസ് ഓരോന്ന് വാങ്ങിയിട്ട് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള ടേസ്റ്റാണ്. ഇത് കാടമുട്ടയാണ്, കാടമുട്ട ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു പ്ലേറ്റ് വാങ്ങിച്ചു. പക്ഷേ ഹൈസമോൾ കഴിച്ചില്ല, കാരണം കുറച്ച് സ്പൈസി ആയതുകൊണ്ട്, അവൾക്ക് എരിവായതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും കാടമുട്ട കഴിച്ചു. പിന്നെ ഈ കാണുന്ന എല്ലാ സ്നാക്സും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇത് ഞങ്ങളൊരു 3 ഗ്ലാസ് പാലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നല്ല ടേസ്റ്റുള്ള ഇലയട ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ബീച്ചിൽ കുറേ സമയം, ഇതൊരു എക്സസൈസ് ചെയ്യുന്ന ജിമ്മ് പോലെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാം. അങ്ങനെ എത്ര പറഞ്ഞാലും കാപ്പാട് ബീച്ചിനെ കുറിച്ചിട്ട് നമ്മൾക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രക്കും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാപ്പാട് ബീച്ചിൽ നമുക്ക് കാണാൻ പറ്റുക. കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ബീച്ചിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഞങ്ങൾ ഒരുപാട് സമയം കാപ്പാട് ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. എത്ര സമയം കഴിഞ്ഞിട്ടും കുട്ടികൾ പുറത്തിറങ്ങുന്നില്ല. നമുക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടൊന്നും മോളൊന്നും വരുന്നില്ല. അത്രയും നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാപ്പാട് ബീച്ചിലുള്ള വിശേഷങ്ങൾ. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷമിച്ചിട്ടുള്ളത് ഹൈസമോളുടെ കാര്യമാണ്. ഹൈസമോൾ ഒരു രീതിയിലും പുറത്തേക്ക് ഇറങ്ങാൻ അവൾ റെഡിയല്ല. അവൾക്ക് പുറത്തേക്ക് വരണ്ട. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൈ പിടിച്ചിട്ട് എൻട്രൻസിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ ബീച്ചിൽ തന്നെ പോയിട്ട് അവിടെ പാർക്കിലൊക്കെ ഒന്നും കൂടെ ഊഞ്ഞാല ആടി. അങ്ങനെ കുറേ സമയം അവിടുന്ന് കളിച്ചു.
പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ചിരട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ. പിന്നെ ഐസമോൾക്ക് ബീച്ചിൽ കുറേ സമയം വെള്ളത്തിൽ കുറച്ച് സമയം ഇങ്ങനെ ഇരുത്തി. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഐസമോളുടേത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ ഇങ്ങനെ പിടിച്ചു. പിന്നെ ഹൈസമും ഹൈജിയും കൂടെ ബീച്ചിൽ കാല് നനക്കാനെന്നും പറഞ്ഞിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ അവർ വെള്ളത്തിൽ കാല് നനച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ളായിട്ട് വെള്ളത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി, അവൾക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ മോളും കൂടെ കുറേ സമയം വെള്ളത്തിലിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇലയട ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റുള്ള ശർക്കര മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇലയടയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വീട്ടിലൊക്കെ ഉമ്മ ഉണ്ടാക്കുന്ന ആ ഇലയടയുടെ ആ ഒരു ടേസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പം ഫുഡ് കഴിച്ചിട്ട് വയറ് നിറക്കലാണ്. ബീച്ചിൽ പോയപ്പോഴും ഇത്രയധികം സ്നാക്സും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ബീച്ചിൽ കിട്ടുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ കാപ്പാട് ബീച്ചിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാവാക്കാൻ്റെ കടയിൽ നിന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഗ്രീൻ പീസാണ്, എല്ലാ വെജിറ്റബിൾസ്, മുട്ട ചിക്കിയത് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ അതും ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇറച്ചി കേക്കാണ്. ഇറച്ചി കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഹൈസമിനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു പീസ് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മോള് പിന്നെ കാടമുട്ട വായിൽ ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പം എരിവായപ്പോഴത്തേക്ക് ആൾ തുപ്പിക്കളഞ്ഞു. ഞങ്ങളെല്ലാവരും അത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു തവണ ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോയതാണ്. രണ്ടാമത് ഇവിടെ വന്ന് വീണ്ടും ഒരു പ്ലേറ്റും കൂടെ വാങ്ങി ട്രൈ ചെയ്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സൊക്കെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കണം. ഏത് സമയത്ത് ഇവിടെ വന്നാലും ഭയങ്കര തിരക്കാണ്. കണ്ടില്ലേ, ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ദൂരത്തുനിന്ന് ഉള്ള ബോട്ട് പോകുന്നതൊക്കെ നോക്കി കുറേ സമയം ഇരുന്നു. അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ ഒരു രക്ഷയില്ല, വരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വീട്ടിൽ നിന്ന് ചിരട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നനഞ്ഞ മണ്ണിൽ വെച്ചിട്ട് ഇവർ പുട്ടുണ്ടാക്കി. പണ്ട് ഞങ്ങളൊക്കെ ബീച്ചിൽ പോകുന്ന സമയത്ത് പുട്ടുണ്ടാക്കി കളിക്കുമായിരുന്നു. പിന്നെ സാൻഡ് കാസ്റ്റിൽ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഐസമോള് മണ്ണ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. മണ്ണ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് മോള് കളിക്കുന്നത്. അപ്പോൾ അവളേക്കാൾ ചെറുപ്പമായിട്ടാണ് മറ്റുള്ള രണ്ടാൾക്കാരും കളിക്കുന്നത്. അവരും ഭയങ്കര എക്സൈറ്റഡായി. നനഞ്ഞ ഡ്രസ്സാണ്. എന്നിട്ട് ആ ഡ്രസ്സോടുകൂടി തന്നെ അവർ ഐസമോള് കളിക്കുന്ന അതേപോലെ തന്നെ അവരും പുട്ടുണ്ടാക്കി കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ലൊരു ഫീലായിരുന്നു കാപ്പാട് ബീച്ചിൽ. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാപ്പാട് ബീച്ചാണ്. ഹൈസമോളെ കണ്ടില്ലേ, ആ ഒരു സന്തോഷം. ഫസ്റ്റ് ടൈമാണ് ഹൈസമോളിങ്ങനെ മണ്ണിൽ അവർ ചെയ്യുന്ന അതേപോലെ നോക്കുക, എന്നിട്ട് മണ്ണ് അതിൽ നിറക്കുക, പുട്ടുണ്ടാക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്കൊന്നും കൂടെ നനയണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് കുറേ സമയം നനഞ്ഞു. പിന്നെ വീണ്ടും അതേപോലെ തന്നെ തിരമാലകൾ വരുമ്പോൾ വീണ്ടും നനഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഒരുപാട് നമ്മൾ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല. പിന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടൊക്കെയാണ് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ബീച്ചിൽ നിന്ന് ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് അതിന് മുൻപേ കയറിയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. കാരണം മോളുടെ ഹെയർ കുറച്ച് ബാക്കിലിങ്ങനെ ലെങ്ത്ത് കൂടി വരുന്നു. അപ്പോൾ ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ എന്തായാലും മുടി വെട്ടിയതിന് ശേഷം ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ
ബീച്ചിൻ്റെ ഇത് വീഡിയോ കാണിക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് മാറിപ്പോയി. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ലെങ്ത്ത് കണ്ടില്ലേ, കുറച്ച് ലോങ് ആയിട്ടാണ് ബാക്കിലുള്ളത്. അങ്ങനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ആദ്യം സമ്മതിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കൊരു ഇഷ്ടമില്ലാത്ത പോലെയായിരുന്നു. പിന്നെ ആൾ ഭയങ്കരമായിട്ട് സോപ്പിട്ട് സംസാരിച്ചു, ആ ബ്യൂട്ടീഷ്യൻ. പിന്നെ അവളുടെ ഫേവറേറ്റ് ഒരു കാർട്ടൂൺ ഉണ്ട്, ഒരു പൂച്ചയുടേത്, കാത്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാർട്ടൂണ് ഞങ്ങൾ ഫോണിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് മുടി വെട്ടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുത്തു. അതുവരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മുടി വെട്ടാൻ. അങ്ങനെ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കുറേ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല കുനിക്കുക, മുടി ഇങ്ങനെ കട്ട് ചെയ്ത മുടിയൊക്കെ എടുത്തിട്ട് കയ്യിലേക്ക് തരാം. അങ്ങനെ കുറേ പ്രാവശ്യം അവരെ ബുദ്ധിമുട്ടിച്ചു. വലിയൊരു ടാസ്ക്കാണ് ഹൈസമോളുടെ മുടി കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ കാത്തുവിൻ്റെ ക്യാറ്റിൻ്റെ കാർട്ടൂൺ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ലോങ് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മാമാട്ടിക്കുട്ടിയുടെ ഒരു സ്റ്റൈലാക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവൾക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര പേടി മുടി വെട്ടാൻ വന്നപ്പോൾ. പണ്ടൊക്കെ മുടി വെട്ടാൻ വന്നപ്പം ഇങ്ങനൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് തന്നെ മുടി വെട്ടിക്കായിരുന്നു. ഇപ്പം ചെയറിൽ വെച്ചിട്ടാണ് മുടി കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഒരു പേടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വോയിസ് ഇടാത്ത ഭാഗത്തൊക്കെ കുറച്ച് മ്യൂസിക് ഇടണമെന്നുണ്ട്. പക്ഷേങ്കിൽ ഏത് മ്യൂസിക് ഇട്ടാലും ഇപ്പം കോപ്പിറൈറ്റ് വരുന്നു എന്നാണ് പറയുന്നത്. മുൻപ് ഞാൻ ഇട്ട മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ലാതെ ഒരു വെറൈറ്റി ഏതെങ്കിലും മ്യൂസിക് ഇടണമെങ്കിൽ കോപ്പിറൈറ്റ് വരും. അപ്പം നമുക്കതൊരു ഇഷ്യൂ ആവുമല്ലോ. അപ്പം നമുക്ക് നോ കോപ്പിറൈറ്റ് മ്യൂസിക് കണ്ടാൽ പോലും നമുക്കത് ഇടാൻ ടെൻഷനായിരിക്കും. അപ്പോൾ ഞാനിപ്പം കണ്ട ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ കോപ്പിറൈറ്റൊന്നും വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മോളോട് പറഞ്ഞു, ഹൈജിയാനോട് ഞാൻ പറഞ്ഞു, നീ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നും വരില്ലല്ലോ. അപ്പോൾ അവൾ ഒരു ചെറിയൊരു പാട്ട് പാടിയിട്ട് എനിക്ക് ഇതിലിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ തന്നെ പാടിയ പാട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടാൽ കുഴപ്പമില്ല. അപ്പം എന്നോട് പാടാൻ അവൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പാടാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പം അവളെ കൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ട് പാട്ട് പാടിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വോയിസ് ഇടാത്ത ഭാഗങ്ങളിൽ ഞാൻ മ്യൂസിക്കിന് വേറൊരു മ്യൂസിക് ഇടുന്നതിന് പകരം ഞാൻ അവളുടെ സോങ് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അവളങ്ങനെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ മലയാളം പാട്ട് കൂടുതൽ അറിയില്ല. അപ്പോൾ അവൾക്ക് കൂടുതൽ അറിയുന്നത് ഇംഗ്ലീഷും ഹിന്ദി സോങ്ങൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പെർഫെക്റ്റ് ആക്കാം. അങ്ങനെ ഞങ്ങൾ മുടിവെട്ടലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി. അപ്പോൾ താത്ത ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയായിരുന്നു. പിന്നെ താത്താൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് ബിരിയാണിയുടെ കൂടെ. അപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അടുത്ത നെക്സ്റ്റ് റെസിപ്പി വന്നിട്ടുള്ളത് പിന്നെ ഒരു കസ്റ്റാർഡ് പുഡിങ്ങാണ്. കസ്റ്റാർഡ് പുഡിങ്, വാനില പുഡിങ്ങാണ് എല്ലാ സമയവും നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഇത് സ്ട്രോബെറി പുഡിങ്ങാണ് താത്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സാധാരണ ഉണ്ടാക്കുന്ന പോലെ സ്ട്രോബെറീൻ്റെ കസ്റ്റാർഡ് പൗഡർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം പാലൊഴിക്കുക. ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. കട്ടയില്ലാണ്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കസ്റ്റാർഡ് പുഡിങ്ങൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ.
പിന്നെ നമുക്കിത് ഫ്രൂട്ട് സലാഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് ഉള്ളൊരു പരുവത്തിൽ വേവിച്ചെടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. എന്നിട്ട് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫ്രൂട്ട് സലാഡായി. പക്ഷേ ഇത് ഞങ്ങൾ വെറും ഒരു പുഡിങ്ങായിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ അങ്ങനെ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ അതിൽ കുറച്ചും കൂടെ പാൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഇടാം. പിന്നെ അല്പം വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ വാനില എസൻസ് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് വാനില ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് വാനില എസൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. മധുരം കുറച്ച് ആവശ്യമുള്ളവർക്ക് വളരെ കുറച്ച് ഇട്ടാൽ മാത്രം മതി. പിന്നെ അതിൻ്റെ കൂടെ 1-2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെളിയിൽ വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം ഇത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, അടപ്രഥമൻ പായസമാണ്. അത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ പായസമായിരുന്നു. അത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ ഒക്കെ കൂടെ പുഡിങ്ങും പായസവും ബിരിയാണിയും ഒക്കെ കൂടെ ഫുഡ് കഴിച്ച് ഒരു പരുവത്തിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉറങ്ങാൻ മാത്രമേ സമയം കിട്ടാത്തുള്ളൂ. ഇത് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉള്ളൊരു സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ല, അപ്പവും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അത് അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറി അപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് അപ്പവും മുട്ടക്കറി ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട അല്ല, എന്തായിരുന്നു മറന്നു, പൂരിയും പത്തിരി വെള്ളാപ്പം, ഇത്രയാണ് ഉള്ളത്. പിന്നെ നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള പുഡിങ് ഏകദേശം അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറിക്ക് ആ ഒരു കളറിന് മാച്ചായിട്ടുള്ളത് പൊമിഗ്രാനാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് കുറച്ചധികം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പം നല്ല നമുക്കൊരു കേക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ പുഡിങ് ആക്കിയിട്ട് നമുക്ക് കത്തി വെച്ച് നല്ല ഇഷ്ടമുള്ള ഡിസൈനിൽ മുറിച്ചെടുക്കാം. അതല്ല നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ പരുവത്തിലാണ് കഴിക്കേണ്ടതെങ്കിൽ കൂടുതൽ സമയം വെക്കേണ്ട, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇതിപ്പം നമ്മൾ കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ അനാറ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാം. അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. പക്ഷേ ഫ്രീസറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടപ്പ് നല്ല കൃത്യമായിട്ടുള്ള അടപ്പായിരിക്കണം. ഇപ്പം ഇതൊരു പുഡിങ്ങിൻ്റെ ഒരു ട്രേ ആണ്, ഗ്ലാസ് ട്രേ ആണ്. അപ്പോൾ ഇതിന് ആ സെയിം ഇതിൽ തന്നെ അളവിലുള്ള അടപ്പുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതേപോലെ ഉണ്ടെങ്കിൽ നല്ലോണം അടച്ചു വെക്കുക, എയർ കിടക്കാത്ത രീതിയിൽ അടച്ചു വെക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രീസറിൽ 10 മിനിറ്റ് വെച്ചാൽ മതി അടച്ചിട്ട്, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ കൂടുതൽ സമയമൊന്നും വെച്ചിട്ടില്ല, എന്നാലും ഇത് ഓൾമോസ്റ്റ് ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടില്ലേ, നല്ലൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടുഭാഗത്ത് മാത്രം ചെറുതായിട്ടൊന്ന് സെറ്റാവാൻ ബാക്കിയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പുഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവർക്ക് സെറ്റാവാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്തു. നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി പുഡിങ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് കൂടുതൽ സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കസ്റ്റാർഡ് പൗഡർ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ കിട്ടും. പിന്നെ അതിന് മാച്ചായിട്ടുള്ള ഫ്രൂട്ട്സ്, ഇപ്പം ഇതിൽ ആപ്പിളും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പാല്, ഷുഗർ, വാനില എസൻസ്, ഇത്ര മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വേണം ഉണ്ടാക്കാൻ, അടി കരിഞ്ഞ് പോകാൻ പാടില്ല.
ഫുള്ളായിട്ട് ഇങ്ങനെ കുറേ സമയം കൈയെടുക്കാതെ ഇളക്കിയിട്ട് അത് വേവുന്നത് വരെ ശരിയാക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് മറ്റൊരു റെസിപ്പി എന്നുള്ളത് നെല്ലിക്ക കൊണ്ടൊരു ലേഹ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, ചില ആൾക്കാർക്കൊക്കെ ഇത് അറിയുന്നതാണ്. നെല്ലിക്ക ലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ HB കുറവുള്ള ആൾക്കാർക്ക് HB നന്നായിട്ട് കൂടും. ബ്ലഡ് കുറവുള്ള ആൾക്കാരൊക്കെ നെല്ലിക്ക ലേഹ്യം വെച്ച് കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ സ്കിന്നിന് നമുക്ക് പെർഫെക്റ്റായിട്ട് സ്കിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ബ്ലഡ് കൂടും, അതേപോലെ തന്നെ നന്നായിട്ട് സ്കിന്ന് പെർഫെക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ആദ്യം കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഷുഗർ എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കണം. എന്നിട്ട് ഈ നെല്ലിക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം അതിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇത് ഒരു പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കുമ്പം കിട്ടുന്ന വെള്ളം മാറ്റി വെക്കണം. ആ വെള്ളം കൊണ്ട് മാത്രമാണ് നമ്മളിത് മിക്സിയുടെ ജാറിൽ ആ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. അല്ലാതെ വേറെ വെള്ളം എക്സ്ട്രാ ചേർക്കരുത്. അങ്ങനെ ഇത് അടിച്ചെടുത്തൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉരുളി പോലെയുള്ള പാത്രങ്ങളിലാണ് ഇത് ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടെ എളുപ്പം. എന്നിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ളത് ഉരുളിയിലേക്ക് മാറ്റാം. അതിന് ശേഷം അതിലേക്ക് അല്പം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഇളക്കി യോജിപ്പിക്കുക. കുറേ സമയം ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു രീതിയിൽ കട്ടിയിൽ വരുള്ളൂ. പിന്നെ അതിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പാല് ആവശ്യമുള്ളത്, ഇപ്പോൾ കൊളസ്ട്രോളോ ഇതൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പാല് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇല്ലാത്തവർക്ക് ഒരു 2 തേങ്ങയുടെ പാല് നമ്മൾ മുൻപാൽ വേണം എടുക്കാൻ, ഫസ്റ്റ് എടുക്കുന്ന പാല് വേണം എടുക്കാൻ. അതെടുത്തിട്ട് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം, ഇളക്കി യോജിപ്പിച്ചിട്ട്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് നെയ്യിടണം. ഒരു 5-6 സ്പൂൺ നെയ്യിട്ടിട്ട് നന്നായിട്ട് വീണ്ടും വയറ്റി യോജിപ്പിച്ചെടുക്കണം. നെയ്യിട്ട് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് കേടാവാതെ കിടക്കും. പിന്നെ നെയ്യിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാകും, ഒരു പ്രത്യേക രുചിയായിരിക്കും. നമുക്കൊരു നമ്മൾ ഗോതമ്പ് ഹലുവയൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. പിന്നെ നെല്ലിക്കയുടെ ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവും, പക്ഷെ ഒരു ഹലുവ കഴിക്കുന്നൊരു ടേസ്റ്റായിരിക്കും ഇതിനുണ്ടാവുക. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വെള്ളം ഇതിൽ വറ്റാതെ ഉണ്ടെങ്കിൽ ഒരു ലൂസായിട്ടുള്ളൊരു ഇതിലാണ് ഉള്ളതെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോവും. പിന്നെ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പുറത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്നിട്ടില്ലെങ്കിൽ ഒരു 10 ദിവസത്തേക്കൊക്കെ ശരിക്കും ഈ ലേഹ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ച. എന്നിട്ടും ഈ ലേഹ്യം തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ ആവുക. അങ്ങനെ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പുറത്ത് വെച്ചാൽ കേടായി പോവും. പിന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുന്നേ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നെല്ലിക്ക സീസൺ സമയത്തൊക്കെ വില കുറച്ചിട്ടൊക്കെ ഇഷ്ടംപോലെ കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നെല്ലിക്ക കുട്ടികളൊന്നും കഴിക്കില്ല, കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. വലിയ ആൾക്കാർക്കും കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഈ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഓരോ മെഡിസിൻ കഴിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും ബെറ്റർ ഇതുപോലെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് HB കൂട്ടാൻ പറ്റും. പിന്നെ പ്രഗ്നൻസി ലേഡീസിനൊക്കെ ആണെങ്കിൽ, പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 7-ാം മാസം മുതൽ ഈ ലേഹ്യം കഴിക്കാം. കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ 7-ാം മാസം മുതലാണിത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നെല്ലിക്ക ലേഹ്യം ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂട്ടിയിട്ട് ശർക്കര കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. പിന്നെ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റേ പനക്കൽക്കണ്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, അത് വാങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആവുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലേഹ്യമാണ്. പിന്നെ ഞങ്ങൾ കുറേ സമയം ബീച്ചിൽ പോയിട്ടുള്ള കുറേ വിശേഷങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ വീണ്ടും കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓൾറെഡി നല്ല ലെങ്തി വീഡിയോ ആണിത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള വീഡിയോ
അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വീഡിയോയും കാണണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് എന്താണെങ്കിലും, നല്ല ഫീഡ്ബാക്ക് ആണെങ്കിലും മോശമായിട്ടുള്ള ഫീഡ്ബാക്ക് ആണെങ്കിലും ഒക്കെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റിൽ കൂടെ അറിയിക്കാം. അപ്പോൾ വീഡിയോസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലൊക്കെ സോൾവ് ചെയ്യാം. അപ്പോൾ എന്തുണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ സമയം ആയത്. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ പോയതും, പിന്നെ താത്തയുടെ വീട്ടിൽ സർപ്രൈസായിട്ട് വന്നു, ബീച്ചിൽ പോയി, പിന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. ഇതൊക്കെ കൂടെ ഒരുമിച്ചിട്ട് എഡിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു വലിയൊരു വീഡിയോ ആയത്. അപ്പോൾ സെപ്പറേറ്റ് ഇടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ട്രൈ ചെയ്യണം. എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിലുള്ളത്. പിന്നെ ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചിട്ട് പറയുന്നില്ല. അപ്പം ബാക്കിയുള്ള കുറച്ച് ബീച്ചിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മോളുടെ പാട്ട് ജസ്റ്റ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. ബാക്കിയുള്ളത് പാട്ടിൽ അഭിപ്രായം നിങ്ങൾ അറിയിച്ചാൽ മതി. I was listening to the ocean. I saw a face in the sand, but when I picked it up, then it vanished away from my head down. I had a dream I was 7, climbing my way in a tree. I saw a piece of heaven waiting patiently for me down. And I was running far away. Would I run off the world someday? Nobody knows, nobody knows. I was dancing in the rain, I felt alive and I can't complain. But now take me home where I belong. I can't take it anymore. I was painting a picture. The picture was a painting of you, and for a moment I thought you were there, but then again it wasn't true. Down, and all of this time I've been lying in secret to myself. I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry, no tears now, it's Christmas, baby. My snowman and me, my snowman and me, baby. अगलावा मजबूरी नू आन जान दी पसूरी नू जहर बने हाँ तेरी पी जावा मैं पूरी नू आना सियो ने आया दिल बांग बांग मेरी टकराया कागा बोल कि दस जावे पावांगे दे चूरी नो रावाच बावा चोनो लुकाव कोई मैनू ना रोके मेरी डोल ज दरिया दी तेनू खबर कमे हो है आ जावे दिल तेरा पूरा भी ना होवे। देखो देखो कैसी बातें यहाँ की है साथ पर है साथ ना भी क्या इतनी आसान है।
देखो देखो जैसे मेरे इरादे, वैसी कहाँ तेरी यहाँ थे। हाँ कितनी नादान मैं, मेरी हुस्न के अलावा कभी दिल भी मांग लो ना, कई पल में मैं भी खा जाऊँगा। I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry, no tears now, it's Christmas, baby. My snowman and me, my snowman and me, baby. I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry, no tears now, it's Christmas, baby. My snowman and me, my snowman and me, baby. I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry, no tears now, it's Christmas, baby. My snowman and me, my snowman and me, baby. I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry, no tears now, it's Christmas, baby. My snowman and me, my snowman and me, baby. I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry, no tears now, it's Christmas, baby. My snowman and me, my snowman and me, baby. I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry, no tears now, it's Christmas, baby. My snowman and me, my snowman and me, baby. I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, we'll have some fun, yeah.
Let's hit the North Pole and live happily. Please don't cry no tears now, it's Christmas, baby. My snowman and me. My snowman and me. Baby, I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, well, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry no tears now, it's Christmas, baby. My snowman and me. My snowman and me. Baby, I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, well, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry no tears now, it's Christmas, baby. My snowman and me. My snowman and me. Baby, I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, well, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry no tears now, it's Christmas, baby. My snowman and me. My snowman and me. Baby, I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, well, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry no tears now, it's Christmas, baby. My snowman and me. My snowman and me. Baby, I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, well, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry no tears now, it's Christmas, baby. My snowman and me. My snowman and me. Baby, I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, well, we'll have some fun, yeah. Let's hit the North Pole and live happily. Please don't cry no tears now, it's Christmas, baby. My snowman and me. My snowman and me. Baby, I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for a season. So come on, let's go below zero and hide from the sun. I love you forever, well, we'll have some fun, yeah.
Let's hit the North Pole and live happily. Please don't cry no tears now. It's Christmas, baby. My snowman and me. My snowman.